നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDFന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ബസാറിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എഴുത്താഴത്തിന് സമാപനം. ചർച്ചകളും രചനാവതരണങ്ങളും കൊണ്ട് സജീവമായിരുന്നു 2 ദിനങ്ങളിലായി നടന്ന സാഹിത്യ ക്യാമ്പ്. പ്രണയദിനം ആഘോഷമാക്കിയ വ്യാപാര സ്ഥാപനങ്ങളും. സമ്മാനങ്ങൾ വാങ്ങാനായി വൻ തിരക്കാണ് ഞായറാഴ്ച കടകളിൽ അനുഭവപ്പെട്ടത്. തണ്ണിമത്തൻ ഇനി മഞ്ഞ നിറത്തിലും. വിപണിയിലെ താരമാകാൻ ഒരുങ്ങുകയാണ് ഈ വിദേശയിനം. കണക്കിനെ കളിക്കൂട്ടുകാരാക്കി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. LDFന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ബസാറിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ടാണ് LDFന്റെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സോളാർ ബാർ അടക്കമുള്ള അനേകം അഴിമതികളിലൂടെ കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ സർക്കാർ നാണം കെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നു എന്നൊരു പൊതുവായ നിഗമനത്തിലേക്ക് ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിവിളിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. KV മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി, EP കരുണാകരൻ, AV മാധവൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CPM നേതാവ് E മാധവൻ മാസ്റ്ററെ ചിറ്റാരിക്കാലിൽ അനുസ്മരിച്ചു. KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ചിറ്റാരിക്കാലിലെ E മാധവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക അനുസ്മരണ യോഗം ചിറ്റാരിക്കാലിൽ നടന്നു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നല്ല അധ്യാപകരായിക്കൊണ്ട് വിദ്യാർത്ഥികളുടെയും സ്കൂൾ അധികൃതരുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെ ഒക്കെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റണം. അതിനൊരു വിട്ടുവീഴ്ച പാടില്ല. അതോടൊപ്പം നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അധ്യാപകർക്കൊരു പദവി ഉള്ളതാണ് ഇപ്പോഴും ഉണ്ടല്ലോ. അല്ലേ, അധ്യാപകർ റിട്ടയർ ചെയ്താലും മരിക്കും വരെ മാഷാണ്. അധ്യാപകർക്കൊരു സാമൂഹികത അന്നും ഇന്നും ഉണ്ട്. ജോസ് പദാലിൽ അധ്യക്ഷത വഹിച്ചു. സാബു അബ്രഹാം, PR ചാക്കോ, P അപ്പുക്കുട്ടൻ, PK മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാമന്തളി വില്ലേജ് സമ്മേളനം രാമന്തളി OK സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാമന്തളി വില്ലേജ് സമ്മേളനം രാമന്തളി OK സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ജനുവരി മാസം മുതൽ ഫെബ്രുവരി 15 ആകുമ്പോഴത്തേക്കും നമ്മുടെ വില്ലേജ് സമ്മേളനങ്ങളൊക്കെ നടത്തി തീർക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ വളരെ ഭംഗിയായി നല്ല പങ്കാളിത്തത്തോടെ സമ്മേളനങ്ങൾ നടത്തുകയും. A മാലതി അധ്യക്ഷത വഹിച്ചു. T പത്മാവതി, A വത്സല, ശോഭന D, PK ശാന്ത, CP ജാനകി, ബിന്ദു നീലകണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുളപ്പുറം വായനശാലയിൽ നടന്ന ഉത്തരമേഖലാ സാഹിത്യ ക്യാമ്പ് എഴുത്താഴം സമാപിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഉത്തരമേഖലാ സാഹിത്യ ക്യാമ്പ് എഴുത്താഴം സംഘടിപ്പിച്ചത്. 2 ദിനങ്ങളിലായി കുളപ്പുറം വായനശാലയിൽ നടന്ന ക്യാമ്പ് സമാപിച്ചു. സാഹിത്യ ക്യാമ്പിൽ
കലയും കാലവും എന്ന വിഷയത്തിൽ ഡോക്ടർ AK നമ്പ്യാരും വാക്കിൻ്റെ ജീവൻ എന്ന വിഷയത്തിൽ EP രാജഗോപാലനും പ്രഭാഷണം നടത്തി. ഭാവുകത്വ പരിണാമം മലയാള കവിതയിൽ എന്ന വിഷയത്തിൽ നിരൂപകൻ സജയ് KV, നവകഥകളും ആഖ്യാന സവിശേഷതകളും എന്ന വിഷയത്തിൽ ഡോക്ടർ റീജ V എന്നിവരുടെ ക്ലാസുകളാണ് സമാപന ദിവസമായ ഞായറാഴ്ച നടന്നത്. അതിൻ്റെ ആഖ്യാനം മാറിക്കൊണ്ടിരിക്കും. ഒരു ആഖ്യാതാവ് അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ കഥാകാരൻ, അതിലെ വിഷയം, അതിൻ്റെ വായനക്കാരൻ, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ആ കഥയുടെ ആഖ്യാനം എന്ന് പറയുന്നത്. ഇപ്പം നവകഥകളിലെ ആഖ്യാന സവിശേഷതകൾ പറയണമെങ്കിൽ ആദ്യകാലഘട്ടത്തിൽ ആഖ്യാനം എങ്ങനെയായിരുന്നു നിർവഹിക്കപ്പെട്ടിരുന്നത് നമ്മൾ അറിഞ്ഞ് മതിയാവുകയുള്ളൂ. സമാപന സമ്മേളനം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPM നേതാവ് P. ജയരാജനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM കരിവള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി ഓണക്കുന്നിൽ പ്രകടനം നടത്തി. അപ്യാൽ രാഘവൻ, MV നാരായണൻ മാസ്റ്റർ, AK ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രണയദിനത്തിൽ സമ്മാനങ്ങൾ വാങ്ങാൻ കടകളിൽ വൻ തിരക്ക്. നവമാധ്യമത്തിലൂടെ ആശംസകൾ കൈമാറുന്നതിനൊപ്പം സമ്മാനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് പ്രണയികൾ. പഴയങ്ങാടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏതൊരു ദിനാഘോഷവും കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പ്രണയദിനവും അങ്ങനെ തന്നെയാണ്. പ്രണയദിനത്തിൽ കൈമാറാൻ വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളാണ് വിൽപ്പനയ്ക്കെത്തിയത്. ക്രിസ്റ്റൽ ഇനത്തിൽപ്പെട്ട സമ്മാനങ്ങളാണ് ഈ വർഷത്തെ ട്രെൻഡ്. ഇതിന്റെ വിൽപ്പനയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളും ഒരുക്കി. പ്രണയനിറമായ ചുവപ്പ് നിറത്തിലുള്ള സമ്മാനങ്ങളാണ് കൂടുതൽ വിൽപ്പന നടക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെ ആശംസകൾ പങ്കുവെക്കുന്നതോടൊപ്പം സമ്മാനങ്ങൾ കൈമാറാനും തുടങ്ങിയതോടെ കച്ചവടം പൊടിപൊടിച്ചെന്ന പഴയങ്ങാടിയിലെ വ്യാപാരികൾ പറയുന്നു. കുട്ടികൾ പോകുന്നത് കൂടുതലും ചെറിയ ഐറ്റംസ് ആണ്. റെഡിൽ വരുന്നത് തന്നെ ചെറിയ ഐറ്റംസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് തന്നെ. ഏകദേശമാണ് അതിൻ്റെ വിലയും കാര്യങ്ങൾ. കോസ്റ്റ് ഏകദേശം ഒരു 100 മുതൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു 500 വരെ എന്തായാലും ഉണ്ട് ആവറേജ് ഗിഫ്റ്റ്. എന്തൊക്കെ ഐറ്റംസ് പേരുണ്ടാവും? ക്രിസ്റ്റലിൽ തന്നെയാണ് കൂടുതലും. പിന്നെ കോഫി കപ്പ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ കോഫി കപ്പിൽ എഴുതിയിട്ട് കൊടുക്കുന്നതാണ് കൂടുതലും ട്രെൻഡ്. പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഏവർക്കും പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഓണക്കുന്നിൽ ജനകീയ ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചു. പുണ്യം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ആംബുലൻസ് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ ഹൃദയാലയ ചീഫ് എക്സിക്യൂട്ടീവ് KV സുരേന്ദ്രനാഥ് നാടിന് സമർപ്പിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് പരിപൂർണമായി ലഭ്യമാക്കുന്നതിനാണ് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ജനകീയ ആംബുലൻസിന്റെ സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ ഹൃദയാലയ ചീഫ് എക്സിക്യൂട്ടീവ് KV സുരേന്ദ്രനാഥ് ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. ഏകദേശം ഒരു വർഷം 40,000-ഓളം റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്ക്. ഈ 40,000 അപകടങ്ങളിൽ ഏകദേശം 45,000-ഓളം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. ഈ കണക്ക് ഏകദേശം ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മാത്രമാണ്. ഇത്രയും അപകടങ്ങൾ മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷനായ ചടങ്ങിൽ M. മുഹമ്മദ് കുഞ്ഞിയിൽ നിന്നും KBR കണ്ണൻ പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങി. ചെറുകിട മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CATO ഓണക്കുന്ന് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ, അപ്യാൽ രാഘവൻ, P. സുരേഷൻ, AV മാധവൻ, P. വിജയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. KT സുദീപ് ആമുഖഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ ശ്രദ്ധ റോഡ് സുരക്ഷാ സെമിനാർ നടത്തി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ പിലാത്രയിൽ നടന്നു. TV രാജേഷ് MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്നു ബൈക്ക് അപകടത്തിൽ വിളയാമ്പൂർ വെച്ച് മരണമാണ്. അതോടൊപ്പം നമ്മുടെ പരിയാരത്തുള്ള ഒരു സഹോദരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. ആ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികള ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി, 8ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിലാണ്.
അദ്ദേഹം ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വന്നു എന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. ഡിവൈഎഫ്ഐ മാടൈ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വരുൺ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മാടൈ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KV സന്തോഷ് സ്വാഗതം ആശംസിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ JS, ഡോക്ടർ രാഹുൽ എന്നിവർ വിഷയാവതരണം നടത്തി. പരിയാരം SI മനോജ് KN മുഖ്യാതിഥിയായി. PP ദാമോദരൻ, K പത്മനാഭൻ, PP ഷൈമ, OK നാരായണൻ നമ്പൂതിരി, PV പ്രേമൻ, ഫാദർ ജോൺസൺ, K സജിത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പ്ലാത്ര. ചുവന്ന തണ്ണിമത്തിനു പിന്നാലെ വിപണിയിൽ താരമാകാൻ മഞ്ഞ തണ്ണിമത്തനുമെത്തി. വിദേശങ്ങളിൽ നിന്നാണ് ഇവ വിപണിയിലെത്തുന്നത്. T ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചുവന്ന തണ്ണിമത്തൻ കണ്ടുമടുത്തവർക്ക് ഇനി ആശ്വസിക്കാം. മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തനെത്തി കഴിഞ്ഞു. വേനൽക്കാലത്ത് ലഭ്യമാകുന്ന ചുവന്ന തണ്ണിമത്തന് പുറമെ മഞ്ഞ തണ്ണിമത്തനും വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സിലോണിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് മഞ്ഞ തണ്ണിമത്തൻ ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തുടർന്ന് ഇത് കൃഷി ചെയ്ത് ഇവിടെ സുലഭമാകാൻ സാധ്യതയുണ്ട്. ആവശ്യക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഉണ്ട് മഞ്ഞവട്ടത്തെ കുറിച്ച്. അപ്പോൾ ഇതിനെ അന്വേഷിച്ച ആള് വരാറുണ്ട് ഷോപ്പിൽ. ചുവന്ന തണ്ണിമത്തന് ചില്ലറ വിൽപ്പന നടത്തുന്നത് കിലോക്ക് 20 രൂപക്കാണ്. എന്നാൽ മഞ്ഞയുടെ വില അതിലും ഇരട്ടിയാണ്. വിലയിൽ മുന്നിലാണെങ്കിലും ഇവ ഗുണത്തിൽ പിന്നിലാണെന്നും പറയപ്പെടുന്നു. ചുവന്ന തണ്ണിമത്തനിൽ വളരെ കൂടുതലായി അടങ്ങിയിട്ടുള്ള ലിയോപിൻ എന്ന ആന്റി ഓക്സിഡൻസ് മഞ്ഞ തണ്ണിമത്തനിൽ അടങ്ങിയിട്ടില്ല. ഇതാണ് ഇവക്ക് മഞ്ഞ നിറം വരാൻ കാരണമായിരിക്കുന്നത്. മഞ്ഞ തണ്ണിമത്തൻ വിപണിയിലെത്തിയിട്ട് ഒരാഴ്ച മാത്രമേ ആയുള്ളൂ. എങ്കിലും നിറവ്യത്യാസവും ആകർഷകവും കാരണം ധാരാളം പേർ പഴക്കടകളിൽ വാങ്ങാനെത്തുന്നുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലും ഇവ പ്രചാരത്തിലുമുണ്ട്. നാട്ടിൻപുറങ്ങളിലും കൂടുതലായി കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ മഞ്ഞ തണ്ണിമത്തനും നമ്മുടെ വിപണിയിലെത്തിയിരിക്കുകയാണ്. കണക്കിനെ കളിക്കൂട്ടുകാരാക്കി വിദ്യാർത്ഥികൾ. കോറോം ദേവി സഹായം UP സ്കൂൾ ഒരുക്കിയ ഗണിത ശില്പശാല മാജിക് മാത്സ് ആണ് കണക്കിനെ ലളിതമായി അവതരിപ്പിച്ച് വിദ്യാർത്ഥികളിൽ വിസ്മയം ജനിപ്പിച്ചത്. വിസ്മയിക്കാനും വിസ്മയിപ്പിക്കാനുമുള്ള വിഷയമാണ് കണക്ക്. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന പേരും ഇതിന് സ്വന്തം. സാമാന്യ ബുദ്ധിയും യുക്തിചിന്തയും വളർത്തിയെടുക്കാൻ ഗണിത പഠനം ഏറെ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. പലപ്പോഴും സംഖ്യകളുടെ ഈ അത്ഭുത ലോകം കുട്ടികൾക്ക് കൈപ്പേറിയതായി അനുഭവപ്പെടുന്നു. ഓടിയും ചാടിയും അറിഞ്ഞും പറഞ്ഞും ഈ കയ്പിനെ മധുരമുള്ളതാക്കുക എന്ന ലക്ഷ്യവുമായാണ് കോറോം ദേവി സഹായം UP സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ മാജിക് മാത്ത് ഗണിത ശില്പശാല സംഘടിപ്പിച്ചത്. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി 25 ഗ്രൂപ്പുകളാക്കി കളിക്കാം, രസിക്കാം, ചാടാം, അടക്കാം, പസിൽ കോർണർ, പഴയ പുതിയ ക്ലോക്ക്, രൂപങ്ങൾ കാണാം, നിർമ്മിക്കാം, വേഗതയ്ക്കൊരു സമ്മാനം, പാറ്റേൺ പൂർത്തിയാക്കാം, ടാൻഗ്രാം നിർമ്മിക്കാം, ആകെ ടൈലുകൾ എത്ര, ക്യൂസ് കോർണർ, നിധി കണ്ടെത്താം തുടങ്ങി വിവിധങ്ങളായ ഗണിത കളികളിലൂടെയാണ് വിദ്യാർത്ഥികളെ ഗണിതത്തിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് ആനയിച്ചത്. ഗണിത ശില്പശാല വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ശില്പശാലയുടെ ഉദ്ഘാടനം കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ നിർവഹിച്ചു. പയ്യന്നൂർ AO VM രാജീവൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ PV വിജയൻ, മാത്സ് അസോസിയേഷൻ സെക്രട്ടറി മായാവിവി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ഡയറ്റ് റിട്ടയർഡ് HOD T സുരേഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടുത്തില അംഗനവാടിക്ക് പുതിയ കെട്ടിടമൊരുങ്ങി. TV രാജേഷ് MLA കെട്ടിടം കുരുന്നുകൾക്ക് തുറന്നുകൊടുത്തു. സ്കൂൾ തുറന്ന് 1ഉം 2ഉം ആഴ്ച കഴിഞ്ഞാലും അമ്മയുടെ സാരിത്തുമ്പിൽ അല്ലെങ്കിൽ അമ്മയുടെ ലുങ്കിത്തുമ്പിൽ പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ച് വാവിട്ട് കരയുന്ന ഒട്ടേറെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പഴയങ്ങാടി അടുത്തില അംഗൻവാടിക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പുതിയ കെട്ടിടം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത അധ്യക്ഷയായി. KP കമലാക്ഷി, PV ഉണ്ണികൃഷ്ണൻ, SV അബ്ദുൾ റഷീദ്, ET രജനി, K ശ്രീനിവാസൻ, K സുലൈമാൻ, സുധീർ വെങ്ങര, P ജനാർദ്ദനൻ, KV ഗിരിജ എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
പുത്തൂർ ഒരുമ കർഷക കൂട്ടായ്മ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കരുവള്ളൂർ പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. 5 ഏക്കർ പാടത്ത് തികച്ചും ജൈവരീതിയിലാണ് കൃഷി നടത്തിയത്. വിളവെടുപ്പുത്സവം കരുവള്ളൂർ പെരളം വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. തരിശിട്ട നിലയിലാണ്. നമുക്ക് ഭൂരിഭാഗം വയലുകളും നമ്മുടെ പുത്തൂർ വയലിൽ അങ്ങനെ ഇങ്ങോളം പരിശോധിച്ചാൽ ഭൂരിഭാഗം വയലുകളും തരിശിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത് വെറുതെ വേണമെന്ന് വിചാരിച്ച് കർഷകർ ചെയ്യുന്നതല്ലാന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. നമുക്കതിനായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയിട്ട് 20 വർഷം പിന്നിട്ടുവെങ്കിലും കൂട്ടായ്മ പ്രസിഡന്റ് അജിത് കുമാർ C അധ്യക്ഷനായി. സെക്രട്ടറി സജേഷ് കുമാർ K, CPIM പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K മധു, പഞ്ചായത്ത് അംഗം P പങ്കജാക്ഷി, കരുവള്ളൂർ കൃഷി ഓഫീസർ അജയകുമാർ KN, കർഷക സംഘം പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി P ദാമോദരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം അന്നൂർ UP സ്കൂളിൽ നടന്നു. AIDWA സംസ്ഥാന കമ്മിറ്റി അംഗം VV സരോജിനി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം അന്നൂർ UP സ്കൂളിൽ നടന്നു. AIDWA സംസ്ഥാന കമ്മിറ്റി അംഗം VV സരോജിനി ഉദ്ഘാടനം ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 10-22 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് എന്തൊക്കെയാണ് ഈ അമേരിക്കൻ ബൂർഷ്വാസിയുടെ വഞ്ചനാപരമായ ഭരണത്തിന്റെ വെളിച്ചത്തിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സംഘാടക സമിതി ചെയർമാൻ KK ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു. K തമ്പായി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KP ജ്യോതി, ജോയിന്റ് സെക്രട്ടറി വാസന്തി M, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A പ്രസന്ന, TV ഷീബ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ചന്ദേര ASI മുരളീധരനെ പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി അനുമോദിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അതിൽ നിന്നും വ്യത്യസ്തമായി ആനുകാലികമായിട്ടുള്ള വിഷയങ്ങൾ സത്യസന്ധതയോട് കൂടിയിട്ട് സമ്പാദിച്ച് അത് കർമ്മ രംഗത്തേക്ക് കൊണ്ടുവരാനും ക്രിയാത്മകമായി സമൂഹത്തിൽ അത് KV മുരളീധരനുള്ള ഉപഹാര സമർപ്പണവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് U നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി, M ഗംഗാധരൻ, P പ്രേമരാജ്, KV മുരളീധരൻ, AV രാജൻ, VB രാജേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സദ്ഭാവന പയ്യന്നൂരിന്റെ ലോഗോ നാടക ചലച്ചിത്ര സംവിധായകൻ MT അന്നൂർ പ്രകാശനം ചെയ്തു. സദ്ഭാവന സെക്രട്ടറി അസിത ലോഗോ ഏറ്റുവാങ്ങി. പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സദ്ഭാവന പ്രസിഡന്റ് V മനോജ്, രജീഷ് കണ്ണോത്ത്, ധനദാസ് സുനിൽകുമാർ, മഞ്ജുള കൊയിലേരി, C അനിൽകുമാർ, പ്രകാശൻ C, മഹേഷ് V, അരുൺ K, വൈശാഖ് VV എന്നിവർ സംസാരിച്ചു. മാർച്ച് 19 ജീവകാരുണ്യ പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ സോണിയ മൽഹാർ സദ്ഭാവനയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. അതിന് ഓരോരുത്തരും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മോടൊപ്പം സഹകരിച്ച് മുഴുവൻ ആളുകളും നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കരുവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വാണിയ സമുദായ ആചാരസ്ഥാനിക കൂട്ടായ്മ നടന്നു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വാണിയ സമുദായ ആചാരസ്ഥാനിക കൂട്ടായ്മ നടന്നു. 18 വയസ്സിനു മുൻപ് ആചാരസ്ഥാനം വഹിച്ച സ്ഥാനികരെ ആദരിക്കലും ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC, +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PK ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ തിരിച്ചുപോയി എന്ന് അദ്ദേഹത്തിന്റെ സുവർണ തൂലിക എഴുതിയത് ഇത് നമ്മുടെ മനസ്സിലെല്ലാം അലയടിക്കുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ അരികിൽ അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കരിവള്ളൂർ വലിയച്ഛൻ പ്രമോദ് കോമരം അധ്യക്ഷത വഹിച്ചു. V കുമാരൻ കോമരം സ്വാഗതം ആശംസിച്ചു. EV കൃഷ്ണൻ അന്തിത്തിരിയൻ, BP കുമാരൻ അന്തിത്തിരിയൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സന്ദീപ് തിരുമുൻപ് കാളകാട്ട് തന്ത്രികൾ ആചാരസ്ഥാനികരെ ആദരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ രാജീവ് എളയാവൂർ, K വിജയൻ മാസ്റ്റർ, K രഘുരാമൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ആചാരാനുഷ്ഠാനങ്ങളുടെ അകപ്പൊരുൾ എന്ന വിഷയത്തിൽ ഡോക്ടർ RC കരിപ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മോഹനൻ കാർണവർ നന്ദി പ്രസംഗം നടത്തി. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായിരുന്ന അശോകൻ പൊതുവാളിനെ ജന്മനാട് അനുസ്മരിച്ചു. പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരവും നടന്നു.
പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായിരുന്ന അശോകൻ പൊതുവാൾ അന്തരിച്ചിട്ട് ഫെബ്രുവരി 12-ന് 11 വർഷം തികയുകയാണ്. ഈ കലാകാരനുള്ള ആദരസൂചകമായാണ് അശോകൻ പൊതുവാൾ സ്മൃതി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം ചിത്രജാലകം സംഘടിപ്പിച്ചു. LP, UP വിഭാഗം കളറിംഗ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ജലച്ചായം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനദാനം ചിത്രകാരൻ മുരളി നാഗപ്പുഴ നിർവഹിച്ചു. വൈകിട്ട് അനുസ്മരണ സമ്മേളനവും ഗസൽ സന്ധ്യയും അരങ്ങേറി. കുവൈത്ത് ഗോൾഡൻ ഫോക്ക് അവാർഡ് നേടിയ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹന് പിലാത്തറ ഹോപ്പ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കുവൈത്തിൽ ഫോക്ക് സംഘടിപ്പിച്ച കണ്ണൂർ മഹോത്സവത്തിൽ ഗോൾഡൻ ഫോക്ക് അവാർഡ് നേടിയ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനന് ഹോപ്പ് ലൈബ്രറിയിൽ സ്വീകരണം നൽകി. പ്രമുഖ എഴുത്തുകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ സുകുമാർ അഴീക്കോടിന്റെ ഗുരുവിന്റെ ദുഃഖം എന്ന പുസ്തകത്തെ അധികരിച്ച പ്രഭാഷണവും നടത്തി. ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ സാമ്രാട്ട് ചക്രവർത്തി നമ്മളായി തീരും എന്നത്. അതുകൊണ്ട് ഒരു പുസ്തകം ഒരു ആയുധമാണ്, ഒരു ആശയമാണ്. ബെർത്തോൾഡ് ബ്രഹത്ത് എന്ന ലോകപ്രശസ്ത ചിന്തകൻ പറഞ്ഞത് പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പട്ടിണിക്കെതിരായിട്ട് പോരാടാനാണ്. കേരളവും അങ്ങനെയല്ലേ. നമ്മുടെ കേരളത്തിന്റെ വളർച്ചയിൽ മലയാളികൾക്ക് ഒരു മാതൃഭൂമി ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ വളർച്ചയിൽ പുസ്തകങ്ങൾ, വായനശാലകൾ വഹിച്ച പങ്ക് വളരെ വിപുലമാണ്. OK മാധവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹോപ്പ് ലൈബ്രറി സെക്രട്ടറി BT റാണി സ്വാഗതം ആശംസിച്ചു. E കുഞ്ഞിരാമൻ മാസ്റ്റർ, YV സുകുമാരൻ, മഞ്ജുള എന്നിവർ പ്രഭാഷണം നടത്തി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പിലാത്തറ യൂണിറ്റ് സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി V ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. 60 ലക്ഷം രൂപയുടെ വിറ്റുവരവുള്ള കച്ചവടക്കാരൻ 60 ലക്ഷത്തിനു മുകളിലായാൽ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥൻ കച്ചവടക്കാരനോട് പറയണം, നിങ്ങളുടെ 60 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട്, നിങ്ങൾ പിൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ പിൻ രജിസ്ട്രേഷനിലേക്ക് വരണം. ചിലവർക്ക് മനസ്സിലായിരുന്നു വരില്ല, കാരണം ഇതുമായി ബന്ധപ്പെടാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല. പിൻ രജിസ്ട്രേഷൻ നിങ്ങളത് 60 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല വ്യാപാരികളായ രാഘവൻ വൈദ്യർ, ബദരിയ മുഹമ്മദ് കുഞ്ഞി, KBK മാരാർ, കോത്തില പ്രഭാകരൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, വാർഡ് മെമ്പർമാരായ K ജനാർദ്ദനൻ, ഷാജി K ജോസ്, K വനജ എന്നിവർക്കുള്ള ആദരം ഉദ്ഘാടകൻ V ഗോപിനാഥ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായ സമിതി പിലാത്തറ യൂണിറ്റ് പ്രസിഡന്റ് M രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. K പങ്കജവല്ലി, KV ഉണ്ണികൃഷ്ണൻ, TC വത്സൻ, V ഉമ്മർ, KC രഘുനാഥ്, മേലേതിൽ ഉമ്മർ, AP നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. NSS കരയോഗം തെക്കേ തൃക്കരിപ്പൂർ കുടുംബസംഗമവും ആദരസമ്മേളനവും ഇളമ്പച്ചി ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യാതിഥിയായിരുന്നു. തീർച്ചയായിട്ടും ഇനി ഇവിടുത്തെ മാത്രം ഒരു കാര്യമല്ല, പല കരയോഗങ്ങളിലും ഇതാണ് അവസ്ഥ. എന്തുകൊണ്ടോ ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു കുടുംബ സംഗമത്തിൽ നല്ലൊരു യോഗമാണുള്ളതാണ്. കുടുംബസംഗമത്തിന്റെ ഭാഗമായി 4, 7 SSLC ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ സമുദായാംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അനുമോദനവും മുതിർന്ന സമുദായാംഗങ്ങളായ K മാധവൻ മാസ്റ്റർ, ജാനകിയമ്മ, KV കാർത്തികേയനമ്മ, V മീനാക്ഷിയമ്മ, അപ്പു നമ്പ്യാർ എന്നിവർക്കുള്ള ആദരവും നടന്നു. കരയോഗം പ്രസിഡന്റ് PC രാജൻ അധ്യക്ഷനായി. താലൂക്ക് വൈസ് പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ, സെക്രട്ടറി R മോഹൻകുമാർ, കരയോഗം സെക്രട്ടറി KV കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാ സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും താലൂക്ക് വനിതാ ചെയർപേഴ്സൺ TV സരസ്വതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ കുടുംബത്തിന്റെ ശക്തി എന്ന വിഷയത്തിൽ N മോഹനൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. തുടർന്ന് വനിതകളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗാന്ധിജിയിലേക്കൊരു തീർത്ഥയാത്ര എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അനാഥരില്ലാത്ത ഭാരതം വിജയിപ്പിക്കുന്നതിനായി പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധിജിയിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അനാഥരില്ലാത്ത ഭാരതം വിജയിപ്പിക്കുന്നതിനായി പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പ്രൊഫസർ MJ മേരി ഉദ്ഘാടനം ചെയ്തു. ഓരോ കൊല്ലത്തേക്കുള്ള പണം ഉണ്ടാക്കുന്നത്, ആ പണം സഹായിക്കുന്നത്, അതുകൊണ്ട് വിഷമില്ല. മനസ്സിലാക്കി
ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. യു നാരായണൻ മാസ്റ്റർ, പി മോഹനൻ മാസ്റ്റർ, എം രാഘവൻ മാസ്റ്റർ, എ വി പവിത്രൻ, റഫീഖ് പാണപ്പുഴ, വിനീത് കുമാർ, ഹേമചന്ദ്രൻ, പ്രശാന്ത് കോറം എന്നിവർ പ്രസംഗിച്ചു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU കരിവള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം ഓണക്കുന്ന് AKG സെന്ററിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടി കുമാരൻ അധ്യക്ഷനായി. PK ശിവദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കുഞ്ഞികൃഷ്ണൻ, T പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നന്മ കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും കുഞ്ഞിമംഗലം തെക്കുംപാട് പാഞ്ചാലി മില്ലിന് സമീപം നടന്നു. നന്മ കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും കുഞ്ഞിമംഗലം തെക്കുംപാട് പാഞ്ചാലി മില്ലിന് സമീപം നടന്നു. രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം യുവതലമുറയിൽ എന്ന വിഷയത്തെക്കുറിച്ച് വിദഗ്ധ ഡോക്ടർമാർ ക്ലാസ് എടുത്തു. പരിപാടിയിൽ വെച്ച് കുഞ്ഞിമംഗലം ഹൈസ്കൂളിൽ നിന്നും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സംഘനൃത്തത്തിൽ 8ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. മെമ്പർ V ഗീത അധ്യക്ഷത വഹിച്ചു. നന്മ സെക്രട്ടറി സദാശിവ കമ്മത്ത് സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ AV ദിനേശൻ മുഖ്യാതിഥിയായി. പോലീസ് സ്റ്റേഷനിൽ ആൽക്കോമീറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിൽ കൂടി ഊതിക്കഴിഞ്ഞാൽ അയാളുടെ ഉച്ഛ്വാസവായുവിൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ അയാളെ ഇത് വിളിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറകിരിക്കുന്ന ഈ കുട്ടിയെ ഞാൻ ഏതായാലും അവയൊന്ന് പരീക്ഷ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഊതി നോക്കിയപ്പോൾ അവരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം നമ്മുടെ സമൂഹം അതപ്പറിച്ചിരിക്കുന്നത് വളരെ ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷമാണ്. പ്രൊഫസർ KP അരവിന്ദാക്ഷൻ, ഡോക്ടർ രശ്മി ഗോവിന്ദൻ, K അനീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീജിത്ത് കുഞ്ഞിമംഗലം, KP ജിതിൻ, PV ബാബു, VV രാഘവൻ, VV ദിനേശൻ, KN ലിഖിൻ, V ശ്രീനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കെയ്റോസ് പഴയങ്ങാടി മേഖലാ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് VV പ്രീത ഉദ്ഘാടനം ചെയ്തു. താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വാസൻ ഐ കെയർ ഹോസ്പിറ്റൽ കണ്ണൂരിന്റെ സഹകരണത്തോടെയാണ് പരിശോധന നടന്നത്. കെയറോസ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ജിൻസൺ പനിക്കൽ, KV ചന്ദ്രൻ, ഫാദർ ജോമോൻ, M ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. JCS തിരുവമ്പാടി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 13 മുതൽ 22 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സുഹൃത സഞ്ചാരം ക്യാൻസർ ബോധവൽക്കരണ യാത്രയ്ക്ക് പയ്യന്നൂർ JCSന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. JCS പ്രസിഡന്റ് B സജിത് ലാലിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ VC രവീന്ദ്രൻ ബോധവൽക്കരണ യാത്ര സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ ലതാ നാരായണൻ, VKP ഇസ്മയിൽ, A മഹേഷ്, ജാഥ ലീഡർ ജിൻഡോ, PVK കമലാക്ഷൻ, ചാർലി തോമസ്, T രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അനൂപ് MK സ്വാഗതവും സെക്രട്ടറി നിതിൻ VM നന്ദിയും പറഞ്ഞു. കടുമേനി ശ്രീ വിഷ്ണുമൂർത്തി മുണ്ട്യക്കാവ് കളിയാട്ട മഹോത്സവം സമാപിച്ചു. 3 ദിനങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കടുമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം മുണ്ട്യക്കാവ് കളിയാട്ട മഹോത്സവം സമാപിച്ചു. കലവറ നിറക്കൽ ഘോഷയാത്രയോടെ ആരംഭിച്ച് 3 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടിയിൽ വിശേഷാൽ പൂജകൾ, കാഴ്ചവരവ്, വിഷ്ണുമൂർത്തി, ചാമുണ്ടി, കാരകുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഏറ്റുകൊടുക്ക ശ്രീ മുത്തപ്പൻ പൊടിക്കളം അന്തിത്തറ മഹോത്സവം ഫെബ്രുവരി 28, 29 തീയതികളിൽ നടക്കും. ഓണക്കുന്നിലെ വൈക്കത്ത് സുരേന്ദ്രൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. AK ജയലക്ഷ്മിയാണ് ഭാര്യ. അമിത്, അനുപമ എന്നിവർ മക്കളാണ്. ഇനി മാറ്റൊലി.
മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഫെബ്രുവരി 14 പ്രണയദിനം. പ്രണയത്തിന് ഒരു പ്രത്യേക ദിനം വേണമെന്ന് തോന്നുന്നുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങൾ. പക്ഷേ പണ്ടുള്ള കാലത്തിൽ ഈ അന്യോന്യുള്ള സ്നേഹത്തിനൊരു ആത്മഹത്യയുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ആത്മഹത്യയൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ പലതും കാണുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം തീരുമാനിക്കുക, കല്യാണത്തിൻ്റെ തലേ ദിവസം വേറെ ആളുടെ കൂടെ പോവുക, അതേമാതിരി കല്യാണത്തിൻ്റെ ദിവസം തന്നെ മണപ്പന്തലിൽ നിന്ന് തന്നെ പിന്നെ ഇതുമാതിരിയുള്ള സംഭവങ്ങൾ പലതും സംഭവിച്ച് കാണുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ. അപ്പോൾ ഇതിപ്പോൾ ആത്മാർത്ഥതയോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കാമെന്നല്ലാതെ തമ്മിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു ഇതിനും പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ എൻ്റെ ഒരു വ്യക്തിയുടെ താല്പര്യം സ്നേഹം ഇപ്പം കൂടിക്കണക്കിന് നമ്മൾ ജനങ്ങളിൽ ഇപ്പോൾ എല്ലാവരും സ്നേഹിച്ചിട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നത്. വ്യത്യസ്തമായിട്ടാണല്ല കുടുംബപരമായ ആചാരപ്രകാരം വിവാഹം കഴിച്ച് ജീവിതം കഴിയുന്നത്. അതിനിടയിൽ ചില ചെറുപ്പക്കാർ സ്നേഹിക്കുന്നു. ഇപ്പോൾ നേരത്തെ ആദോട്ടം പറഞ്ഞ മാതിരി തന്നെ ആ സ്നേഹത്തിന് വലിയ ആത്മാർത്ഥതയും ചിലപ്പോൾ കാണുന്നില്ല. പണ്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ അനാർക്കലിയും ഇതായും അതുപോലെ തന്നെ ദുഷ്യന്തനും ശകുന്തളായിട്ടുള്ള സ്നേഹം പ്രേമെന്നെല്ലാം പറഞ്ഞാൽ അനശ്വരമായ പ്രേമമാണ്. പക്ഷേ ഇന്നതല്ല. ഇന്ന് താൽക്കാലികമായിട്ട് പിന്നെ സ്നേഹിക്കുകയും പിന്നീട് വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടിയും പ്രാധാന്യം കൊടുക്കേണ്ട ജീവിതമായി പ്രയാസമടിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതൊരു വിഷയമായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ദിവസം കൊണ്ട് കഴിയാവുന്നതല്ല വാലന്റൈൻസ് ഡേ. എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആയിരിക്കണം. അന്ന് നടത്തുന്നത് വെറും പ്രകടനം മാത്രമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രണയം ഒരു ഉമിനീരാണ് എന്ന് കവി വൈലോപ്പിള്ളി പറഞ്ഞു. കാരണം യുഗപരിവർത്തനം എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞത് പുതിയ കാലത്ത് പ്രണയത്തിൻ്റെ പരിശുദ്ധി, അതിൻ്റെ പരിപാവനത്വം മുഴുവൻ നഷ്ടപ്പെടുകയും പലപ്പോഴും ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി പ്രണയം എന്നത് ഒരു കെട്ടുകാഴ്ചയായി, ഒരു പ്രകടനമായി പരിമിതപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രാവിലെ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരാൾ പ്രണയിക്കുകയും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ മറ്റൊരാൾ പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്നു എന്നത് പൊങ്ങച്ചത്തിൻ്റെയും പ്രകടനപരതയുടെയും അഭിനയത്തിൻ്റെയും ഒരു കാലമായി മാറുമ്പോൾ പ്രണയം എന്നത് വെറും ഒരു ചരക്കായി, ഒരു വിൽപ്പന ചരക്കായി, ഒരു അബദ്ധ ജഡിലവും പരിഹാസ്യവുമായ ഒരു ഭാവമായി ചുരുങ്ങിയാണ്. അല്ലാതെ ചങ്ങമ്പുഴയുടെ കാലത്തെ പരിശുദ്ധമായ പ്രണയമല്ല. അല്ലെങ്കിൽ പ്രണയമെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തോളം വിധാനം ഉള്ള പ്രണയമെന്ന മഹത്തായ ഉദാത്തമായ സങ്കല്പം കുറ്റിയേറ്റു പോവുകയും കേവലം പ്രകടനപരതയിൽ പ്രണയം മാറുകയും ചെയ്യുന്നൊരു കാലത്ത് പ്രണയിക്കുവാനായി ഒരു ദിവസം എന്നൊരു സങ്കല്പം അർത്ഥപൂർണമാണ് എന്ന് ഇപ്പോൾ ഞാൻ തിരുത്തി പറയുകയാണ്. നല്ല രീതിയിലുള്ള പ്രണയം നല്ല രീതിയിൽ തന്നെ ചില കുടുംബങ്ങൾ നല്ല രീതിയിലും എല്ലാ കുടുംബങ്ങളും നല്ല ഒത്തൊരുമയോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വാട്സപ്പും മൊബൈലും എല്ലാം പ്രണയം ഇത് ചൂഷണം ചെയ്യുകയാണ്. പക്ഷേ നല്ല രീതിയിലുള്ള പ്രണയം, അതായത് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഒരുമയുള്ള ഒരു നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന, അതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനും പ്രണയിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഇത് 15 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇന്നും നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതേപോലെ മാതൃക മറ്റുള്ളവർക്കും പുതിയ സമൂഹത്തിനും ഉണ്ടാകട്ടെ. കാരണം പ്രണയത്തോടുകൂടി അവർ കല്യാണം കഴിക്കുകയും ജീവിച്ച് നല്ലൊരു മാതൃകയായിട്ട് കോളേജിലും ക്യാമ്പസുകളിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അത് എന്തായാലും ചതിക്കപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വരും തലമുറയെ നയിക്കേണ്ടത് ചെറുപ്പക്കാരാണ്. അപ്പം ആ നിലയിൽ ചെറുപ്പക്കാർക്കും ഒരു ദിനങ്ങൾ കൊടുത്തിട്ട് അവർക്ക് സന്തോഷം, ഒരു ദിവസമെങ്കിലും അവർ സന്തോഷിക്കട്ടെ. എല്ലാ കാര്യത്തിലും പല കാര്യത്തിലും ചെറുപ്പക്കാർ ഇന്നത്തെ സ്ഥിതിയിൽ നിരാശരാണ്. എല്ലാ അർത്ഥത്തിലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് കൊണ്ടാടുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെല്ലാം യുവാക്കൾ വളരെ കരുതലോടുകൂടി ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടാടണം. അവർക്ക് കൂടി ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ ഭാഗവത നിർണ്ണയങ്ങൾ അവകാശം നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകേണ്ടതാണ്.
സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. LDFന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ബസാറിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എഴുത്താഴത്തിന് സമാപനം. ചർച്ചകളും രചനാവതരണങ്ങളും കൊണ്ട് സജീവമായിരുന്നു 2 ദിനങ്ങളിലായി നടന്ന സാഹിത്യ ക്യാമ്പ്. പ്രണയദിനം ആഘോഷമാക്കിയ വ്യാപാര സ്ഥാപനങ്ങളും. സമ്മാനങ്ങൾ വാങ്ങാനായി വൻ തിരക്കാണ് ഞായറാഴ്ച കടകളിൽ അനുഭവപ്പെട്ടത്. തണ്ണിമത്തൻ ഇനി മഞ്ഞ നിറത്തിലും. വിപണിയിലെ താരമാകാൻ ഒരുങ്ങുകയാണ് ഈ വിദേശയിനം. കണക്കിനെ കളിക്കൂട്ടുകാരാക്കി വിദ്യാർത്ഥികൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.